നമ്മൾ വീണ്ടും നമ്മളെ 1 by 1 ആയിട്ടുള്ള ഫംഗ്ഷനിലേക്ക് വരികയാണ്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ബിൽഡിംഗ് ഫംഗ്ഷൻ നമ്മൾ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഏതൊക്കെ C++ലുള്ള ബിൽഡിംഗ് ഫംഗ്ഷൻസുകൾ ഏതൊക്കെയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ബിൽഡിംഗ് ഫംഗ്ഷന് പറഞ്ഞ വേറൊരു പേരാണെന്ത്? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ അത് ഈ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഏത് ഫംഗ്ഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിലും ആ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ എക്സാമിന് ചോദിക്കും ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഷുവറാണ്. ഏതിൽ? ബിൽഡിംഗ് ഫംഗ്ഷനിൽ. കാരണം 10-30ഓളം അല്ലെങ്കിൽ 10-25ഓളം ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ടാസ്ക് എന്താണ്, അതിൽ ആർഗ്യുമെൻറ്റ് ഞാൻ പറഞ്ഞപ്പോൾ ആർഗ്യുമെൻറ്റിൻ്റെ പ്രത്യേകത, ആർഗ്യുമെൻറ്റ് കൊടുക്കുന്ന ഫംഗ്ഷനുണ്ട്, ആർഗ്യുമെൻറ്റ് കൊടുക്കാത്ത ഫംഗ്ഷനുണ്ട്. 1 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷനുണ്ട്, 2 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷനുണ്ട്, 3 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷനുണ്ട്, 4 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷനുണ്ട്, ആർഗ്യുമെൻ്റ് ഇല്ലാത്ത ഫംഗ്ഷനുണ്ട്. ഇനി റിട്ടേൺ വാല്യൂ ഇല്ലാത്ത ഫംഗ്ഷനുണ്ട്, റിട്ടേൺ വാല്യൂ ഉള്ള ഫംഗ്ഷനുണ്ട്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിസൾട്ട്. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആ റിസൾട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. റിട്ടേൺ വാല്യൂ, ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് നമുക്കൊരു വേരിയബിളിലോ വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആ സ്റ്റോർ ചെയ്ത വാല്യൂ നമുക്ക് നമ്മളെ ബാക്കിയുള്ള വേറെ ഏതെങ്കിലും പ്രവർത്തനത്തിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ട്, വാല്യൂ റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷൻ ഉണ്ട്. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ, ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, ആർഗ്യുമെൻ്റ് ഇല്ലാത്ത ഫംഗ്ഷൻ ഉണ്ട്. ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ. നമ്മളൊരു ഫംഗ്ഷൻ പഠിക്കുമ്പോൾ അത് ബിൽഡിംഗ് ഫംഗ്ഷൻ ആണെങ്കിലും വേണ്ടിയില്ല, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെങ്കിലും വേണ്ടിയില്ല, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, ആർഗ്യുമെൻ്റ് ഇല്ലാത്ത ഫംഗ്ഷൻ ഉണ്ട്. ഇനി ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ തന്നെ 1 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, 2 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, 3 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, 4 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ ഉണ്ട്. എന്താ ആർഗ്യുമെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞത്? ഡാറ്റ അല്ലേ. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഡാറ്റയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് കൊടുക്കുന്ന ഡാറ്റ, ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ആ ഫംഗ്ഷനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റ, ആ ഡാറ്റ ഇൻറ്റിജർ ആവാം, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആവാം, ഡബിൾ ആവാം, ക്യാരക്ടർ ആവാം, ഏത് ടൈപ്പ് ആവാം. അപ്പോൾ ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, ആർഗ്യുമെൻ്റ് ഇല്ലാത്ത ഫംഗ്ഷൻ ഉണ്ട്. ഇനി ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട്? ഇനി ആർഗ്യുമെൻ്റ് ഏത് ടൈപ്പാണ്? ഇൻറ്റിജർ ആണോ, ഫ്ലോട്ട് ആണോ, ഡബിൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ഇങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇത്രേ ഉള്ളൂ. ആദ്യം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, ആർഗ്യുമെൻ്റ് ഇല്ലാത്ത ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ട്, വാല്യൂ റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ബിൽഡിംഗ് ഫംഗ്ഷൻ ആകുമ്പോൾ ആ ഫംഗ്ഷൻ ഏത് ഹെഡർ ഫയലിലാണ് കിടക്കുന്നത്, ഈ കാര്യം കൂടെ അറിയണം ബിൽഡിംഗ് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ. പിന്നെ ടാസ്കും. ഈ 4 പോയിന്റ് നമ്മൾ ബിൽഡിംഗ് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ കൺസിഡർ ചെയ്യണം. ഒന്ന്, ആ ഫംഗ്ഷൻ്റെ ടാസ്ക് എന്താണ്. രണ്ടാമത് അവിടെ പാരാമീറ്റർ ഉണ്ടോ, ആർഗ്യുമെൻ്റ് ഉണ്ടോ, ആ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടോ, പാരാമീറ്റർ കൊടുക്കുന്നുണ്ടോ. ഇനി പാരാമീറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം, ആ കൊടുക്കുന്നതിൻ്റെ ടൈപ്പ് നമ്പറാണോ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ ആണോ, ക്യാരക്ടർ ആണോ, ഏത് ടൈപ്പിലുള്ള ഡാറ്റയാണ് കൊടുക്കേണ്ടത്. ഇനി ആ ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടോ. ഇനി വാല്യൂ റിട്ടേൺ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടോ, വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ലേ. പിന്നെ ബിൽഡിംഗ് ഫംഗ്ഷൻ ആകുമ്പോൾ ആ ബിൽഡിംഗ് ഫംഗ്ഷൻ നമ്മളാ പഠിക്കുന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബിൽഡിംഗ് ഫംഗ്ഷൻ ഏത് ഹെഡർ ഫയലിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഏത് ഹെഡർ ഫയലിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ 4 കാര്യങ്ങളൊന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ. നമ്മളാ പോയിൻറ്റ്സ് ഒന്ന് പറയാണ്. കൺസിഡർ ദ ഫോളോവിങ് ആസ്പെക്ട്. നമ്മളൊരു ഫംഗ്ഷൻ പഠിക്കുമ്പോൾ അതിലേക്കുള്ള ടാസ്ക്, ആ ഫംഗ്ഷൻ്റെ ടാസ്ക് എന്താണ്. നമ്മൾ പഠിക്കുന്ന ഫംഗ്ഷൻ്റെ ഇപ്പോൾ ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ടാസ്ക്. ഇനി പാരാമീറ്റേഴ്സ്, ഒരു ആർഗ്യുമെൻറ്റ്, ആ ഫംഗ്ഷന് പാരാമീറ്റർ ഉണ്ടോ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ഉണ്ടോ, ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡാറ്റാസ് വല്ലതും കൊടുക്കേണ്ടതുണ്ടോ.
ദാറ്റ് ഈസ് ഡാറ്റ അല്ലെങ്കിൽ ഇൻപുട്ട് ഗിവൻ ടു ദ ഫംഗ്ഷൻ ഫോർ പെർഫോമിംഗ് ദ ടാസ്ക് അസൈൻ ടു ഇറ്റ്. അതാണ് പാരാമീറ്ററിൻ്റെ ഡെഫിനിഷൻ. പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണത്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ഡാറ്റ ഗിവൻ ടു ദ ഫംഗ്ഷൻ ഫോർ പെർഫോമിംഗ് ദ ടാസ്ക് അസൈൻ ടു ഇറ്റ്. നമ്മൾ ആ കോഫിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ കോഫി ആ മെഷീനിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ആ ഫംഗ്ഷൻ്റെ ടാസ്ക്? എന്താ? അതിൻ്റെ ഔട്ട്ലെറ്റിലൂടെ ആ ഗ്ലാസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് കോഫി അവിടെ ഫില്ലാവുക. പക്ഷെ അത് ഫില്ലാവണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഡാറ്റാസ്, 4 ഡാറ്റ അവിടെ കൊടുക്കണം. വാട്ടർ ഉണ്ടായിരിക്കണം, മിൽക്ക് ഉണ്ടായിരിക്കണം, ഷുഗർ ഉണ്ടായിരിക്കണം, കോഫി പൗഡർ ഉണ്ടായിരിക്കണം. അതേപോലെ ഇവിടെ അതാണ് ആ പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പാരാമീറ്റർ. ഇപ്പം ഇവിടെയും തന്നെ ആ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക് എന്താണോ ആ ടാസ്ക് നടക്കാൻ ആവശ്യമുള്ള ഡാറ്റ, ആ ഡാറ്റയ്ക്ക് പറയുന്ന പേരാണെന്ത്? പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ്. ഞാൻ വീണ്ടും പറയാണ്, പാരാമീറ്റർ ഉള്ള ഫംഗ്ഷനുണ്ട്, പാരാമീറ്റർ ഇല്ലാത്ത ഫംഗ്ഷനുണ്ട്. ഇനി പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ തന്നെ 1 പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, 2 പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, 3 പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, 4 പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ ഉണ്ട്. പാരാമീറ്ററിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം. ഇനി റിട്ടേൺ വാല്യൂ, അതിൻ്റെ ഔട്ട്പുട്ട് ഇല്ലേ, ആ റിസൾട്ട്, ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട്, അതാണ് റിട്ടേൺ വാല്യൂ. ഇനി വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ട്, വാല്യൂ റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷൻ ഉണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്യണം. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ, ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫംഗ്ഷൻ, റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇനി ഹെഡർ ഫയൽ എന്ന് പറയുമ്പോൾ എന്താ? ഏത് ബിൽഡിംഗ് ഫംഗ്ഷൻ ആണെങ്കിലും ആ ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഏതെങ്കിലും ഒരു ഹെഡർ ഫയലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഏത് ഹെഡർ ഫയലിലാണ്? അപ്പോൾ ആ ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ ഒരു ഹെഡർ ഫയലിലാണ് സ്റ്റോർ ചെയ്ത്, ആ ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒരു പ്രത്യേക ഹെഡർ ഫയലിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് ഹെഡർ ഫയലിലാണ് നമ്മൾ ആ ഡിസ്കസ് ചെയ്യുന്ന ബിൽഡിംഗ് ഫംഗ്ഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള, അതിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് കൂടെ കൺസിഡർ ചെയ്യണം. ഈ 4 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ് ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബിൽഡിംഗ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ C++ൽ നമുക്ക് പഠിക്കാനുള്ള ബിൽഡിംഗ് ഫംഗ്ഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ബിൽഡിംഗ് ഫംഗ്ഷൻസിനെ 6 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6 ടൈപ്പിലുള്ള ബിൽഡിംഗ് ഫംഗ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ. അതിൽ ഒന്നാമത്തെ കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്, ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി കൺസോൾ ഫങ്ഷൻസ് ഫോർ സ്ട്രിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട്. മൂന്നാമത്തെ വിഭാഗം സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. സ്ട്രീം, STREAM, സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. അടുത്തത് സ്ട്രിംഗ് ഫങ്ഷൻസ്, ആ 3ഉം 4ഓടും മാറരുത്. നാലാമത്തത് സ്ട്രിംഗ് ഫങ്ഷൻസ്. അഞ്ചാമത്തത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. ആറാമത്തത് ക്യാരക്ടർ ഫങ്ഷൻസ്. ഇങ്ങനെ 6 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് നമ്മുടെ C++ലുള്ള ബിൽഡിംഗ് ഫങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഓരോന്നും 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ ഓരോന്നും ഓരോ ഫങ്ഷൻസും എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്, അതിലുള്ള ഫങ്ഷൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇനി അതിൽ ഒന്നാമത്തെ വിഭാഗം കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. അത് നമുക്ക് അതിൻ്റെ ആ പേരിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും, ഈ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും അതേപോലെ തന്നെ ക്യാരക്ടർ ടൈപ്പിലുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കാറ്റഗറിയിൽ വരുന്ന ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ആർ യൂസ്ഡ് ടു ഇൻപുട്ട് ആൻഡ് ഡിസ്പ്ലേ ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ. ക്യാരക്ടർ ടൈപ്പിലുള്ള, അപ്പോൾ നമുക്ക് ക്യാരക്ടർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡാറ്റ ടൈപ്പ്, ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിൻ്റ്, ക്യാരക്ടർ, സ്ട്രിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ,
വേറൊരു ടൈപ്പിലുള്ള ഡാറ്റയും അതിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് വേറെ ഒരു ടൈപ്പിലുള്ള ഡാറ്റയും ഇൻപുട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഫംഗ്ഷൻ്റെ പേരെന്നെ പറയാനുള്ള കാരണം, ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് തന്നെ പറയാൻ കാരണം. അപ്പോൾ ദ ഫങ്ഷൻസ് ആർ യൂസ്ഡ് ടു ഇൻപുട്ട് ആൻഡ് ഡിസ്പ്ലേ ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ. ഇനി ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷനാണ് പഠിക്കാനുള്ളത്. ഈ കാറ്റഗറിയിലുള്ള നമുക്ക് പഠിക്കാനുള്ളത് ഈ സെക്ഷനിലുള്ള ഈ കാറ്റഗറിയിലുള്ള രണ്ട് ഫങ്ഷൻസിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലൊന്നാമത്തെ ഗെറ്റ് CHAR എന്നുള്ളൊരു ഫംഗ്ഷനാണ്. രണ്ടാമത്തത് പുട്ട് CHAR എന്നുള്ളൊരു ഫംഗ്ഷനാണ്. പ്രൊനൗൺസ് ചെയ്യുന്നത് ഇന്ന രൂപത്തിൽ പ്രൊനൗൺസ് ചെയ്യണമെന്ന് ബുക്കിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗെറ്റ് ക്യാരക്ടർ, പുട്ട് ക്യാരക്ടർ അല്ലെങ്കിൽ ഗെറ്റ് CHAR, പുട്ട് CHAR അങ്ങനെയാണ് സാധാരണ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷൻ, രണ്ടാമത്തത് പുട്ട് CHAR എന്നുള്ള ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ നോക്കിയിട്ട് ആ ഫംഗ്ഷൻ്റെ അവസാനം പരാന്തസിസ് ഓപ്പൺ ചെയ്ത് പരാന്തസിസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടില്ലേ, ഗെറ്റ് CHAR എന്ന് കഴിഞ്ഞിട്ട് പരാന്തസിസ് ഓപ്പൺ ചെയ്ത് പരാന്തസിസ് ക്ലോസ് ചെയ്ത്. എല്ലാ ഫംഗ്ഷനും ഇതേപോലെ തന്നെ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ പുട്ട് CHAR. ഇങ്ങനെ രണ്ട് ഫംഗ്ഷനാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള സെക്ഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇവിടെ ഈ രണ്ട് ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. CSTDIO. ഇനി പുതിയൊരു ഹെഡർ ഫയൽ ഇപ്പോൾ നമ്മൾ പഠിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഹെഡർ ഫയൽ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി പുതിയൊരു ഹെഡർ ഫയൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. C++ലുള്ള CSTDIO എന്നുള്ള ഹെഡർ ഫയലാണ്. ഈ ഹെഡർ ഫയലിലാണ് ഏത് ഫംഗ്ഷൻ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉൾപ്പെട്ടിട്ടുള്ളത്? കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഫങ്ഷൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും പുട്ട് CHAR എന്നുള്ള ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏത് ഹെഡർ ഫയലിലാണ്? CSTDIO എന്നുള്ള ഹെഡർ ഫയലിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ട് ഫംഗ്ഷനിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ നമ്മുടെ പ്രോഗ്രാം കോഡിൽ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ CSTDIO എന്ന് പറയുന്ന ആ ഹെഡർ ഫയലിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഗ്രാം കോഡിനായിട്ട് ലിങ്ക് ചെയ്യണം. നമ്മളെ പ്രോഗ്രാം കോഡിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ #include IO stream എന്ന് എഴുതിയില്ലേ? CIN കുറിച്ചുള്ള ഇൻഫർമേഷനും COUT കുറിച്ചുള്ള ഇൻഫർമേഷനും എന്ന് പറയുമ്പോൾ എന്താ? CIN ഉം COUT നമ്മുടെ പ്രോഗ്രാം കോഡിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതിയിരുന്നു? #include IO stream എന്ന് പറയുന്ന ആ ഒരു പ്രീ പ്രോസസർ ഡയറക്ടറീവ്സ് നമ്മൾ എഴുതിയിരുന്നില്ലേ? അതേപോലെ നമ്മൾ എന്തും കൂടെ എഴുതണമെന്നറിയോ? #include CSTDIO എന്നും കൂടെ എഴുതണം. എന്നാലുള്ളൂ ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷനും പുട്ട് CHAR എന്നുള്ള ഫംഗ്ഷനും നമ്മുടെ പ്രോഗ്രാമിൽ ഒരു എറർ ഇല്ലാണ്ട് വർക്ക് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ സോ ദീസ് ഫങ്ഷൻസ് റിക്വയർഡ് ദ ഇൻക്ലൂഷൻ ഓഫ് ഹെഡർ ഫയൽ CSTDIO. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ ഫംഗ്ഷൻ ഈ ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷനും പുട്ട് CHAR എന്നുള്ള ഫംഗ്ഷനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? #include CSTDIO എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് പറയുമ്പോൾ എന്താ? നമ്മളുടെ പ്രോഗ്രാമിനായിട്ട് ആ ഹെഡർ ഫയൽ ലിങ്ക് ചെയ്യണം. കാരണം ആ ഹെഡർ ഫയലിൻ്റെ ഉള്ളിലാണ് ഏതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിടക്കുന്നത്? ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും പുട്ട് CHAR എന്നുള്ള ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും കിടക്കുന്നത്. നമ്മൾ പ്രോഗ്രാം കോഡിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മതി. ഗെറ്റ് CHARഉം പുട്ട് CHARഉം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി ആ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്. ഇനി ഈ രണ്ട് ഫംഗ്ഷനും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മളിനി ഡിസ്കസ് ചെയ്യണം. ഇനി അതിലെ ഒന്നാമത്തെ ഫംഗ്ഷൻ ഗെറ്റ് CHAR.
ഈ ഫംഗ്ഷൻ ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ്. പ്രോഗ്രാമിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. ഏത് ടൈപ്പിലുള്ള ഡാറ്റ? ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത്, എക്സിക്യൂഷൻ്റെ സമയത്ത് ക്യാരക്ടർ ടൈപ്പിലുള്ള ഒരു ഡാറ്റ നമുക്ക് പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഫംഗ്ഷൻ്റെ സഹായം ഉപയോഗിക്കുക? ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് നമ്മുടെ പ്രോഗ്രാം കോഡിൽ ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ നമുക്ക് ഏത് ഫംഗ്ഷൻ? ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യുക? ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ എന്താണോ ആ ഡാറ്റ റിട്ടേൺ ചെയ്യും ഏത് ഫംഗ്ഷൻ? ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ആ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ റിട്ടേൺ ചെയ്യുമെങ്കിൽ, ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമെങ്കിൽ ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ ക്യാരക്ടർ ദാറ്റ് ഈസ് ഇൻപുട്ട് ത്രൂ ദ കീബോർഡ്. കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ റിട്ടേൺ ചെയ്യും ഏത് ഫംഗ്ഷൻ? ഈ ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ആ റിട്ടേൺ ചെയ്ത വാല്യൂ നമുക്കൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്നും കൂടെ ക്ലിയർ ആവും കോഡ് എഴുതുമ്പോൾ. ദാറ്റ് ഈസ് വി ക്യാൻ സ്റ്റോർ എ ക്യാരക്ടർ ഇൻ എ വേരിയബിൾ ബൈ യൂസിങ് ദിസ് ഫംഗ്ഷൻ. ആ റിട്ടേൺ ചെയ്ത ആ ക്യാരക്ടർ പറയുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യുക? കീബോർഡിലൂടെ നമ്മൾ ഇൻപുട്ട് ചെയ്ത ക്യാരക്ടർ റിട്ടേൺ ചെയ്യും ഏത് ഫംഗ്ഷൻ? ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ റിട്ടേൺ ചെയ്യുമെങ്കിൽ ആ റിട്ടേൺ ചെയ്ത വാല്യൂ നമുക്ക് എന്ത് ചെയ്യുക? ഒരു വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യുക. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് വി ക്യാൻ സ്റ്റോർ എ ക്യാരക്ടർ ഇൻ എ വേരിയബിൾ ബൈ യൂസിങ് ദിസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു വേരിയബിളിലേക്ക് ഒരു ക്യാരക്ടർ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് അടുത്ത ഇപ്പോൾ ഈ ഡിസ്കഷൻ്റെ സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമ്മളിതിൻ്റെ കോഡിൻ്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ അത് ക്ലിയർ ആവും. നമ്മൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ പഴയ ഒരു കോഡാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യം നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മളൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുന്നതിന് എക്സാമ്പിളാണ്. ആദ്യം നമ്മൾ CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ CH എന്ന് പറഞ്ഞാൽ എന്താ? കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ എവിടേക്ക് ഇൻപുട്ട് ചെയ്യുക? CH എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് ഇൻപുട്ട് ചെയ്തൂടെ? ഇത് പഴയ സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടില്ല, ഇവിടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് പകരം നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം? ഗെറ്റ് CHAR എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാര്യം ചെയ്യാം. അതാണ് നമ്മളിനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ CH എന്നുള്ള ഒരു ക്യാരക്ടർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ശ്രദ്ധിച്ച് നോക്കിയേ, CH ഇസ് ഈക്വൽ ടു ഗെറ്റ് CHAR. ഒരു ആർഗ്യുമെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഫംഗ്ഷൻ അങ്ങ് എഴുതി. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ എന്താ? നമുക്ക് കീബോർഡിലൂടെ ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാം. കീബോർഡിലൂടെ നമുക്കൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ പറ്റും ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇവിടെ നമുക്കെന്താ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? നമുക്ക് കീബോർഡിലൂടെ ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്തൂടെ? ആ ഇൻപുട്ട് ചെയ്ത ക്യാരക്ടർ എവിടെ സ്റ്റോർ ചെയ്യും? CHൽ സ്റ്റോർ ചെയ്യില്ല. അതേപോലെ തന്നെയാണ് ഇതും. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിലൂടെ നമുക്കൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാം. ആ ക്യാരക്ടർ ആ ഇൻപുട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്ത് ചെയ്യും? അത് റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു.
ആ റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നമ്മൾ സ്റ്റോർ ചെയ്തു CH എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. ഈ ക്യാരക്ടർ ഈ getCher എന്നുള്ള ഫംഗ്ഷൻ, ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ ക്യാരക്ടർ ദാറ്റ് ഈസ് ഇൻപുട്ട് ത്രൂ ദ കീബോർഡ് ഉപയോഗിച്ച് നമുക്കൊരു ക്യാരക്ടർ നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യാം. ആ ഇൻപുട്ട് ചെയ്ത ക്യാരക്ടർ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. അങ്ങനെ റിട്ടേൺ ചെയ്ത ആ ക്യാരക്ടർ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തു, CHൽ സ്റ്റോർ ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ അർത്ഥം, കീബോർഡ് ഉപയോഗിച്ച് യൂസർ കൊടുത്ത ആ ക്യാരക്ടർ ഇപ്പോൾ എവിടെ ഉണ്ട്, CH എന്ന് പറയുന്ന വേരിയബിളുണ്ട്. ഇനി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഒരുമിച്ച് എഴുതിയതാണിത്. ആദ്യം CH എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം ആ CHലേക്ക് getCher എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്തു. അത് ഒരുമിച്ചങ്ങ് എഴുതി, CHER CH is equal to getCher. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇങ്ങനെയാണ് ഏറ്റവും ഷോർട്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് എഴുതുന്നത് നല്ലത്, ഇങ്ങനെ എഴുതുന്നതാണ് നല്ലത്. ഇങ്ങനെയാണ് പ്രോഗ്രാം കോഡിലൊക്കെ നമ്മളെ ക്വസ്റ്റ്യൻസിലൊക്കെ വരികയാണെങ്കിൽ ഈ ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കാണാൻ സാധ്യത ഉള്ളത്. എന്ന് പറയുമ്പോൾ എന്താ, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നമ്മൾ പറയില്ല ഇനീഷ്യലൈസേഷൻ. ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണ് CHER CH, ഇവിടെ B എന്നൊക്കെ കൊടുക്കാറില്ലേ ഇനീഷ്യലൈസേഷൻ. അപ്പോൾ ഇനീഷ്യലൈസേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ചെയ്തത്. ആദ്യം CH എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത ശേഷം ആ വേരിയബിളിലേക്ക് getCher എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇതേപോലെ നമ്മൾ getCher എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, stdio എന്ന് പറയുന്ന ആ ഹെഡർ ഫയലിലായിട്ട് നമ്മൾ ലിങ്ക് കൊടുക്കണം ആദ്യം. അത് നമ്മൾ കോഡ് കഴിഞ്ഞ് വേറെ C++ലെ നമ്മളൊരു കോഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് പറയാം. ഇതാണ് getCher എന്നുള്ള ഫംഗ്ഷൻ, ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ കീബോർഡ് ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ക്യാരക്ടർ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും getCher എന്നുള്ള ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ആ റിട്ടേൺ ചെയ്ത ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേരിയബിൾക്ക് സ്റ്റോർ ചെയ്യാം. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ ക്യാരക്ടർ ദാറ്റ് ഈസ് ഇൻപുട്ട് ത്രൂ ദ കീബോർഡ്. സോ വി ക്യാൻ സ്റ്റോർ the character in a variable by using this function. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഫെസിലിറ്റി തന്നെ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കുക, എക്സിക്യൂഷൻ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കീബോർഡിലൂടെ നമ്മളൊരു ക്യാരക്ടറിന് ഒരു ഡാറ്റ ഇൻപുട്ട് ചെയ്യണ്ടേ, ഇൻപുട്ട് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യണ്ടേ. അപ്പോൾ എന്താ സംഭവിക്കുക, ആ ഇൻപുട്ട് ചെയ്ത ഡാറ്റ അവിടെ വരും, CHൽ വരും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും കീബോർഡിലൂടെ നമുക്കൊരു ഡാറ്റ കൊടുക്കാം. ആ ഡാറ്റ ഏത് ഡാറ്റയാണോ കൊടുത്തിട്ടുള്ളത് ആ ഡാറ്റ ഈ getCher എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ റിട്ടേൺ ചെയ്ത ഫംഗ്ഷൻ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, CH എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇത് getCher എന്നുള്ള ഫംഗ്ഷൻ. ഇനി നമുക്ക് ഈ കാറ്റഗറിയിലുള്ള രണ്ടാമത്തെ ഫംഗ്ഷൻ putCher. ഈ ഫംഗ്ഷൻ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.